ഓണക്കാലത്ത് ചെറിയ രീതിയിലെങ്കിലും മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞെങ്കിൽ അത് രാസലഹരിയുടെ ഉപയോഗം കൊണ്ടെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. യുവതലമുറ രാസലഹരി ആശ്രയിക്കുകയാണ്. ബെഫ്കോയുടെ പരസ്യത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മദ്യവിരുദ്ധ സമിതി പ്രതികരിച്ചു. മദ്യശാലകൾ ഇഷ്ടംപോലെ വർദ്ധിക്കുന്നുകൊണ്ട് ഒരു കാലത്തൊരു പരാമർശം ആൾക്കാർക്കുണ്ടായിരുന്നു. മദ്യശാലകളുടെ എണ്ണം കുറഞ്ഞതാണ്, മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതാണ് മയക്കുമരുന്നുകളുടെ വർധനയെന്ന്. പക്ഷെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്നുകൾ രാസലഹരികളൊക്കെ ഉപയോഗിക്കുന്നത് മദ്യപിച്ചുകൊണ്ടിരുന്നവരല്ല, അതെല്ലാം പുതിയ തലമുറയാണ്. പക്ഷെ മദ്യപാനത്തിന്റെ തോത് കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂല കാരണം ഈ രാസലഹരികളുടെ വർധനയാണ്. ഈ രാസലഹരികളെ തടയാൻ, അതായത് MDMA പോലുള്ള രാസലഹരി 7 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ, 7 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ അയാൾ മരണപ്പെടുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 7 വർഷം തുടർച്ചയായിട്ട് MDMA ഉപയോഗിക്കുന്ന വ്യക്തി മരണപ്പെടും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. രാസലഹരിയെ സംബന്ധിച്ചിടത്തോളം അത് നിയമം മൂലം തടയപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എക്സൈസിന് അത് തടയാവുന്നതേ ഉള്ളൂ. എവിടെ MDMA ഉൾപ്പെടെയുള്ള ഏത് രാസലഹരിയും കൊടുക്കാനോ വിൽക്കാനോ കൈവശം വയ്ക്കാനോ സാധ്യമല്ല. അതുപോലല്ലോ മദ്യം, അത് സർക്കാർ തന്നെ വിഷം വിറ്റുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയ വരുമാനമായ മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതിലുള്ള ആവലാതിയും അതുപോലെ തന്നെ പ്രതികരണവും തുടർന്നുള്ള ദിവസങ്ങളിൽ എക്സൈസിൽ നിന്നും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിൽ നിന്നും ഞങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാസലഹരികളുടെയും മദ്യത്തിന്റെയും ഉപയോഗവും എത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ചില സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്. അതിനപ്പുറത്ത് ഈ 2, 3, 4 ദിവസം കൊണ്ട് കേരളത്തിൽ ഇതുവരെ സംഭവിക്കാത്ത രീതിയിലുള്ള വാഹനാപകടങ്ങൾ നടക്കുന്നില്ലേ? മദ്യവും രാസലഹരി ഉപയോഗിച്ച് വാഹനാപകടങ്ങൾ മനുഷ്യന്റെ ദേഹത്തോടെ കയറ്റിക്കൊണ്ട് പോവുക. ഇതൊരു ഭീകരാവസ്ഥയാണ്. കേരളത്തിന്റെ മാനസിക നില എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശക്തമായ നിലപാടുകൾ ഗവൺമെന്റും അതുപോലെ ഇതിന്റെ പ്രചരണത്തിന് മാധ്യമങ്ങൾ നല്ല പ്രചരണം നടത്തുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇത് മാനസിക രോഗികളുടെ ഹബ്ബായി മാറും. മയക്കുമരുന്നിന്റെ ഹബ്ബ് എന്നല്ല പറയേണ്ടത്, മാനസിക രോഗിയുടെ ഹബ്ബായി കേരളം മാറും. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ചെറിയ രീതിയിലെങ്കിലും മദ്യവിൽപ്പന കുറയാൻ കാരണം മയക്കുമരുന്നുകളുടെ ഉപയോഗമാണത്. യുവതലമുറ കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് KCBC മദ്യവിരുദ്ധ സമിതി അവകാശപ്പെടുന്നത്. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഡാനി? ഭവീത്, KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഒരു വിലയിരുത്തലാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരുടെ ഒരു അവലോകന യോഗത്തിന് ശേഷമാണ് സംസാരിച്ചത്. പ്രധാനമായും തന്നെ ഇപ്പോൾ ഈ തിരുവോണ നാളിൽ മദ്യവിൽപ്പനയിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ തിരുവോണ ദിവസം വരെയുള്ള ഒരു 9 ദിവസത്തെ ഒരു കണക്കെടുക്കുമ്പോൾ അത് 701 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 14 കോടി രൂപയുടെ ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഉത്രാടത്തിൻ്റെ മദ്യവിൽപ്പന വെച്ച് ആ ഒരു ദിവസം മാത്രം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും 4 കോടിയോളം രൂപയുടെ കൂടുതലും അവിടെ വന്നിട്ടുണ്ട്. 124 കോടി രൂപയാണ് ഇത്തവണ ഉത്രാടത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പൊതുവിൽ ഒരു കുറവ് എന്നത് സൂചനകൾ നൽകുമ്പോൾ ആ കണക്കുകൾ അത് യാഥാർത്ഥ്യമാണ്. അതിലേക്കധികം പോകേണ്ടതില്ല എന്ന് ഇവർ പറയുന്നു. കാരണം ഈ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് മദ്യവിൽപ്പന കുറയുന്നു അല്ലെങ്കിൽ മദ്യവർജനം നടക്കുന്നു എന്ന രീതിയിലേക്ക് കാണേണ്ടതില്ല എന്നാണ് ഇപ്പോൾ KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നത്. ഇവിടെ സർക്കാർ ഇടപെടേണ്ട പല ഭാഗങ്ങളുമുണ്ട്, അവിടെയൊന്നും കൃത്യമായി സർക്കാർ ഇടപെടുന്നില്ല എന്ന് അവർ ആക്ഷേപിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മദ്യനയം രൂപീകരിക്കാതെയാണ് സംസ്ഥാനത്തെ ബാറുകൾ പോലും ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയും ബാറുകൾ അനുവദിക്കുന്ന ഒരു ഘട്ടം സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഒരു മദ്യനയം രൂപീകരിക്കാൻ വൈകുന്നതെന്ന് അവർ ചോദിക്കുന്നു. ഒപ്പം തന്നെയും ഈ ബെഫ്കോയുടെ ഒരു പരസ്യത്തിനെക്കുറിച്ചും അവരുടെ നിയമ നടപടി തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള നടപടിയാണ്. അബ്കാരി നിയമപ്രകാരം അതിന് 6 മാസം തടവും പിഴശിക്ഷയും വരെ ലഭിക്കാവുന്ന കുറ്റമാണത്. അതൊന്നും സർക്കാർ ഇത്തരം കാര്യങ്ങൾ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. മദ്യത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, അതിൽ നിന്നുള്ള വരുമാനത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജനദ്രോഹപരമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതും ഈ രാസലഹരിയുടെ ഒരു കൂടുതൽ കൊണ്ടാണ്. യുവാക്കൾ കൂടുതലായും, പുതിയ തലമുറ കൂടുതലായും രാസലഹരിയിലേക്ക് തിരിയുന്നത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലൊരു കുറവ് അനുഭവപ്പെടുന്നത്.
അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ സംസ്ഥാനത്ത് ഉണ്ടാക്കും, ഒരു സംശയവുമില്ല എന്ന് അവർ പറയുന്നു. ഇതിനെ തടയിടേണ്ട സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടത്താതെ പോകുന്നു. ഓണം നാളുകളിലെ മദ്യവിൽപ്പനയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അതിവിടെ ഉപയോഗം കുറയുന്നു, ഇടപെടലുകൾ കൊണ്ടാണ് എന്നൊന്നും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നത്. അതാണ് സാഹചര്യം. ഡാനി പോളാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.